ഇന്ന് ഡിസംബർ 5, ഇന്നേക്ക് 4-ാം നാൾ എന്ന് പറഞ്ഞ ഡിസംബർ 9 പിന്നെ 11 2 ഘട്ടങ്ങളിലായി കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. 14 നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. 14 ഉച്ചയോടുകൂടി നമുക്ക് അറിയാൻ പറ്റും ആരാണ് നേടുക, ആരാണ് വീഴുക. ഇപ്പോൾ കേരളത്തിലെ ലോക്കൽ ബോഡികൾ എടുത്താൽ കോർപ്പറേഷനുകളായാലും മുനിസിപ്പാലിറ്റികളായാലും ജില്ലാ പഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ഗ്രാമപഞ്ചായത്തുകളിലും അപ്പർ ഹാൻഡ് നിൽക്കുന്നത് LDFിനാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെല്ലാം മുന്നിൽ വരുന്നത് LDF തന്നെയാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചുകൊണ്ട് ചില വർഷങ്ങളിൽ അവർ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ കുറച്ചു കാലമുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, BJP കൂടി കളത്തിലുണ്ട്. അപ്പോൾ 3 പോകും വോട്ട്. 3 പോകുമ്പോഴും അതിന്റെ ബെനിഫിഷ്യറിയായി വരുന്നത് ശരിക്കു പറഞ്ഞാൽ LDF ആണ്. കാരണം BJP കൊണ്ടുപോകുന്ന വോട്ടുകളൊക്കെ കോൺഗ്രസിൽ നിന്നായിരുന്നു. പക്ഷെ കളം വീണ്ടും മാറി. BJP ഇടതുപക്ഷത്തിലെ വോട്ടും കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ആരുടെ വോട്ടും BJP കൊണ്ടുപോകാം. സ്വന്തം വോട്ട് പിടിക്കാം, മറ്റേ CPMന്റെ വോട്ട് കൊണ്ടുപോകാം, കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടുപോകാം. അപ്പൊ BJP ആരുടെ വോട്ടും കൊണ്ടുപോകാം. അപ്പോഴുള്ള മറ്റൊരു പ്രശ്നം, BJPയിലുള്ള എല്ലാ വോട്ടും അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നവും കേരള രാഷ്ട്രീയത്തിലുണ്ട്. അവരുടെ വോട്ട് മറ്റുള്ളവർ, അപ്പൊ ക്രോസ് വോട്ടിങ്ങിന് വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് LDF തന്നെയായിരിക്കും വീണ്ടും മുന്നിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവർ പരിഹരിച്ചതോടുകൂടി ഇനി ഒരു 5 ദിവസം അവർക്ക് ഞങ്ങളിതാ നീതിയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ ഒക്കെ ഭാഗത്ത് നിൽക്കുന്നവരാണ് എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ അവരുടെ സോഷ്യൽ ഹാൻഡിലുകൾക്കും സോഷ്യൽ മീഡിയകൾക്കും നേതാക്കൾക്കും കഴിയും. ഇതൊരു 2 ആഴ്ച മുമ്പേ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സമയം അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ പോയിട്ടില്ല. ശബരിമല വിഷയം വേറൊരു തരത്തിൽ നിൽക്കുന്നു. SIT റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അത് വളരെ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അടുത്ത ആളിനെ പിടിക്കുന്നതിന്റെ ഒരു മെരിറ്റ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇനി അടുത്ത ആളിനെ ഉടനെ പിടിക്കാൻ സാധ്യതയില്ല. അത് കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തും വാസവനും മുഖ്യമന്ത്രിയും അങ്ങനെ മുകളിലോട്ടാണ് ഇനി വണ്ടി പോകേണ്ടത്. അതുകൊണ്ട് അങ്ങനെ തേരിയിലേക്കാണ് വണ്ടി കയറേണ്ടത്. അതുകൊണ്ട് ഗിയർ താഴെ കിടക്കുന്നതേ ഉള്ളൂ. അതിനി അടുത്ത ഗിയർ മാറി മുകളിലേക്ക് പോകാൻ ഇനി സമയമെടുക്കും. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത ഇല്ല BJPക്കായാലും കോൺഗ്രസിനായാലും. പിന്നെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പരസ്പര ധാരണകളാണ്, അന്തർധാരകളാണ്. അതിപ്പോ തിരുവനന്തപുരം നഗരസഭ BJPക്ക് കിട്ടണം എന്നുള്ള ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള ചർച്ചകൾ വന്നിട്ട് കുറച്ച് ദിവസമായി. അവിടെ 10 സീറ്റിൽ നിൽക്കുന്ന കോൺഗ്രസ് കുറച്ചുകൂടി സീറ്റ് മെച്ചപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ സീറ്റായിരിക്കും പിടിക്കുക? BJPയുടെ ആണോ, അല്ലെങ്കിൽ 35 സീറ്റുള്ള BJPയുടെ ആണോ, 55 സീറ്റോളമുള്ള കോൺഗ്രസിന് CPMന്റെ ആണോ എന്നൊരു ചോദ്യമുണ്ട്. CPMന്റെ അകത്തുള്ള ഗ്രൂപ്പ് പോരും ആരാണ് മേയർ എന്നുള്ള തർക്കമൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട്. പുറത്ത് പറഞ്ഞില്ലെങ്കിലും ആരാണ് മേയർ എന്നുള്ള വലിയ തർക്കം CPMനകത്തുണ്ട്. ആ ഗ്രൂപ്പ് പോരെല്ലാം കൂടി പരസ്പരം അടിച്ച് CPMന് തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ നഷ്ടമാകുമോ എന്നൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അങ്ങോട്ട് പോയാൽ ഓരോ ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോർപ്പറേഷനുകളിൽ ഒരു പ്രധാനമായും CPMന് തന്നെ മുൻതൂക്കം വരാം. പക്ഷേ കൊല്ലം CPM നേടാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ ഒരു ഹാങ്ങിങ് ആയി നിൽക്കുകയാണ്. പാലക്കാട് തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെ BJP തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരാൻ സാധ്യതയാണ് കാണുന്നത്. തിരുവനന്തപുരം ഞാൻ ഈ പറഞ്ഞ ഒരു തൂക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കോർപ്പറേഷൻ നിൽക്കും. ജില്ലാ പഞ്ചായത്തുകൾ വീണ്ടും മലപ്പുറവും ചിലപ്പോൾ പത്തനംതിട്ടയോ അങ്ങനെയുള്ള ചില ജില്ലാ പഞ്ചായത്തുകൾ UDFന് കിട്ടിയാലും ബാക്കിയെല്ലാം LDFിലേക്ക് പോകും. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എന്നും UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു മേഖല. അവിടെ വളരെ വലിയ തോതിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ എടുക്കുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ LDFനാണ് കൂടുതൽ സാധ്യത വരുന്നത്. പക്ഷേ ഈ പിന്നെ മറ്റൊരു കാര്യം, പെൻഷനുകൾ ധാരാളം കൊടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണം ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളിൽ കിട്ടുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അംഗനവാടി ആയാലും ആശാ വർക്കേഴ്സ് ആയാലും അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവർ, അവർക്കെല്ലാം നാമമാത്രമെങ്കിലും തുക അവരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ വോട്ട് LDFന് അനുകൂലമായി വരും എന്നാണ് ബാലഗോപാലും മുഖ്യമന്ത്രിയും ഒക്കെ ധരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വോട്ടുകളെല്ലാം മറയ്ക്കുന്ന രീതിയിൽ ശബരിമല കയറി വരുമോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. കാര്യം വിശ്വാസത്തിന്റെ മേഖലയായതുകൊണ്ട് അതൊരു വളരെ അതിവൈകാരികമായ ഒരു മേഖലയായതുകൊണ്ട് അത് കയറി വരുമോ? 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന്റെ ഭരണവിരുദ്ധ വികാരം അസംബ്ലിയിൽ പ്രതിഫലിക്കുമോ അതോ
പഞ്ചായത്തിൽ പ്രതിഫലിക്കുമോ അതോ പ്രതിഫലിക്കില്ലയോ എന്നൊരു ചോദ്യവും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ തരുന്നുണ്ട്. എന്തായാലും വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അടുത്ത 5 വർഷക്കാലത്തേക്ക് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ആര് ഭരിക്കണം എന്നുള്ളതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോകൾ ഓരോരുത്തരും വച്ചിട്ടുമുണ്ട്, പ്രകടന പത്രികകൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ഇപ്പൊ ജനകീയാസൂത്രണം ഒക്കെ നടന്ന നാടാണ്. 40% തുക, 35 മുതൽ 40% തുകയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥ സംവിധാനമുള്ള വളരെ ബൃഹത്തായ ഒരു സംവിധാനമാണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. അവിടെ ഇത്രയും പണവും താഴെ കൊടുത്തിട്ടില്ല, ഇത്ര അധികാരവും കൊടുത്തിട്ടില്ല, ഇത്രയും സന്നാഹവും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മതി, വളരെ വലിയ നല്ല കാറ് കിട്ടും, വലിയ ഓഫീസുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥർ കൂടെയുണ്ട്. പഞ്ചായത്ത് മെമ്പറായാലും നല്ല വർക്കൊക്കെ കിട്ടും. ശമ്പളത്തിന് പുറമെ വേണമെങ്കിൽ കിമ്പളവും പൈസ എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ വലിയൊരു സന്നാഹമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ വലിയ പദവിയാണ്, കോർപ്പറേഷൻ മേയർ എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള പദവികൾ കിട്ടുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് സന്നാഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ശബരിമല ഒരു വിഷയമാകുമോ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എവിടെ കയറി നിൽക്കും, ഈ കൊടുക്കുന്ന പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തട്ടിപ്പാണ്, ഉടായിപ്പാണ്, ഇലക്ഷൻ സമയത്ത് കൊടുത്തൊരു ഡോളാണ്, അല്ലാതെ സത്യസന്ധമായി ഇവർക്കൊരു ഒന്നും ഇല്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ വാദം ജനങ്ങൾ എടുക്കുമോ, DA കൊടുക്കാത്തത് പ്രതിഫലിക്കുമോ, കൃത്യമായി പ്രതിഫലിക്കുമോ? അതിപ്പോ 8-ാം തീയതിയും ഒരു കേസ് ഹൈക്കോടതി വരുന്നുണ്ട്. അപ്പൊ ഇനി അത് വെച്ചുകൊണ്ട് ഇനി അതും ഇതിനകത്ത് പ്രതിഫലിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല, അതിന്റെ കമ്മിറ്റി വെച്ചിട്ടില്ല, അതിനിപ്പോ ഇലക്ഷൻ മുമ്പേ വയ്ക്കാനും കഴിയില്ല. അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്? അപ്പോൾ ഓരോ വിഭാഗം ജനങ്ങളെയും, പിന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിയോട് നന്നായി സ്നേഹമുള്ളവരുമുണ്ട്, അതുപോലെ എതിർപ്പുള്ളവരുമുണ്ട്. അപ്പോൾ ഈ സ്നേഹവും എതിർപ്പും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? നരേന്ദ്രമോദിയോട് വലിയ ഫാൻസ് ഉള്ള ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അവരെല്ലാം BJPക്കാരാവണമെന്നില്ല, പക്ഷെ അവർ നരേന്ദ്രമോദിയുടെ ഫാൻസ് എന്നുള്ള കൺസെപ്റ്റിൽ BJPക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ, BJPക്ക് വോട്ട് കിട്ടുമോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ CPIയുടെ ചില കാര്യങ്ങൾ, പിന്നെ ഈ PM ശ്രീ പോലുള്ള വിവാദങ്ങൾ CPIയിലും CPMലും വലിയ വിള്ളലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വിള്ളൽ താഴെ തലത്തിൽ ഇനി എങ്ങനെയാണ് ഇലക്ഷന്റെ തലത്തിൽ, അത് വോട്ടിന്റെ തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയില്ല. ഇതെല്ലാമുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണ് നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിശകലനങ്ങൾ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഉണ്ടാകും. എന്തായാലും നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇപ്പോഴും അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ LDFന്റെ ഒരു അപ്പർ ഹാൻഡ് തന്നെയാണ് നിൽക്കുന്നത്. ആ അപ്പർ ഹാൻഡ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് മാറ്റാൻ BJPക്ക് ആകുമോ? എത്ര കണ്ടാകും? അത് മാറ്റിയെടുക്കാൻ കോൺഗ്രസിനാകുമോ? എവിടെയൊക്കെ കഴിയും എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ കേരളം എല്ലാവരോടും ചോദിക്കുന്നത്.